അസ്സലാമു നമസ്കാരം. ഇന്ന് ഹോം മെയ്ഡായിട്ട് വിപ്പിംഗ് ക്രീം റെഡിയാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ 1/4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്, നോർമൽ വാട്ടർ. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അൺഫ്ലേവേർഡ് ജെലാറ്റിനാണ് എടുത്തിട്ടുള്ളത്. അത് ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിനെ ഒന്ന് 10 മിനിറ്റ് മാറ്റി വെക്കണം, ജെലറ്റിൻ ഒന്ന് കുതിർന്ന് വരാനായിട്ട്. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അത് സ്റ്റൗവിൽ വെച്ചൊന്ന് ചൂടാക്കിയെടുക്കാം. ജെലറ്റിൻ നല്ലതുപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഒരു ക്ലീൻ ബൗൾ എടുക്കാം. അതിലേക്ക് 1 കപ്പ് ഫുൾ ക്രീം മിൽക്ക് എടുക്കാം. അതിലേക്ക് ജെലറ്റിൻ ഒഴിച്ചു കൊടുക്കാം. ജെലറ്റിൻ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം, 1 ടേബിൾ സ്പൂൺ. ഇനി വേണ്ടത് ഐസിങ് ഷുഗറാണ്. 1/4 കപ്പ് ഐസിങ് ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം കൂടുതൽ വേണമെങ്കിൽ കുറച്ചുകൂടി ചേർക്കാം ഐസിങ് ഷുഗർ. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 20 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കണം, ഇതൊന്ന് സെറ്റ് ആകാനായിട്ട്. 20-30 മിനിറ്റോളം ആയി ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട്. ഇനി ഇതൊന്ന് ഉടച്ചെടുക്കാം. ഇനി ഇത് ബീറ്റർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു വിസ്ക് ഉപയോഗിച്ചോ ഇത് നന്നായിട്ട് മിക്സാക്കി എടുക്കണം, ബീറ്റ് ചെയ്തെടുക്കണം. ഞാൻ ഇവിടെ ബീറ്റർ ഉപയോഗിച്ച് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. വിപ്പിംഗ് ക്രീം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇത് പാല് ചേർന്നിട്ടുള്ളതായതുകൊണ്ട് ഇത് കേക്കിൽ നല്ലതായിട്ട് അപ്ലൈ ചെയ്യാനൊക്കും. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.